മാത്സ് നമ്മൾ ടേം 2-ന്റെ എക്സാമിനായിട്ടുള്ള പോർഷൻസ് എല്ലാം കവർ ചെയ്തു. അപ്പോൾ ടീച്ചർ ഇന്ന് മുതൽ റിവൈസ് ചെയ്യുകയാണ് മാത്സിൻ്റെ ഓരോ ലെസണായിട്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. Okay, all of you take your textbook, page number 76. Okay, fourth lesson 4, patterns. അപ്പോൾ നമ്മൾ പാറ്റേൺസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. കളർ ആൻഡ് കംപ്ലീറ്റ് ദ പാറ്റേൺസ് ഒക്കെ നീറ്റായിട്ട് നമ്മൾ കളർ ചെയ്തു പഠിച്ചതാണ് പാറ്റേൺസ്. ദെൻ കണ്ടിന്യൂ ദി പാറ്റേൺസ്. ഇതെല്ലാ ആക്ടിവിറ്റിയും നമ്മൾ ടെക്സ്റ്റിലും നോട്ടിലും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ നന്നായിട്ട് പാറ്റേൺസ് ഒക്കെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് സർക്കിൾ ദി ഒബ്ജെക്റ്റ് ദാറ്റ് കംസ് നെക്സ്റ്റ്. ഇവിടെ നോക്കി കുറച്ച് ഒബ്ജക്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് വരുന്നത് ഏതാണെന്നുള്ളത് ഈ ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്യുക, ടിക്ക് ചെയ്യുക. ഓക്കെ, ബലൂൺ, കൈറ്റ്, ബലൂൺ, കൈറ്റ്, ബലൂൺ, കൈറ്റ്, നെക്സ്റ്റ് ബലൂൺ. അപ്പോൾ ബലൂണിൽ ടിക്ക് ചെയ്യുക. ഇതൊക്കെ നമ്മൾ ചെയ്തു ഈ ആക്ടിവിറ്റീസൊക്കെ. ഓക്കെ, നെക്സ്റ്റ് കംപ്ലീറ്റ് ദി നമ്പർ പാറ്റേൺ ഇൻ അസെൻഡിങ് ഓർഡർ. അപ്പോൾ അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും എന്താണെന്നൊക്കെ നമുക്കറിയാം. Okay, complete the number pattern in ascending order. 11, 15, 19, 23, 27. Next, add 4 numbers വീതം ആഡ് ചെയ്താണ് എഴുതാനുള്ളത്. അപ്പോൾ 23, നെക്സ്റ്റ് 4 ആഡ് ചെയ്യുക, 27, 31, 35, 39. ഓക്കെ, നെക്സ്റ്റ് ആഡ് 5. അതുപോലെ 5 ആഡ് ചെയ്ത് എഴുതാനായിട്ട് നെക്സ്റ്റ് ആഡ് 10. 5, 10, 15, 20, 25. അപ്പോൾ 5 നമ്പേഴ്സ് വീതം ആഡ് ചെയ്താണ് പോകുന്നത്. 30, 35, 40. നെക്സ്റ്റ് ആഡ് 10. 10, 20, 30, 40, 50, 60, 70, 80. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി കംപ്ലീറ്റ് ദ നമ്പർ പാറ്റേൺ ഇൻ ഡിസെൻഡിങ് ഓർഡർ. അപ്പോൾ നമ്മൾ അസെൻഡിങ് ഓർഡറിലാണ് നമ്പേഴ്സ് ആഡ് ചെയ്ത് എഴുതിയത്. നെക്സ്റ്റ് ഡിസെൻഡിങ് ഓർഡറിൽ സബ്ട്രാക്ട്, ഡിസെൻഡിങ് സബ്ട്രാക്ട് ചെയ്യുക. 2 നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്ത് എഴുതുക. ദെൻ സബ്ട്രാക്ട് 3. ഇപ്പോൾ തന്നിരിക്കുന്ന നമ്പറിൽ നിന്ന് 3 നമ്പേഴ്സ് വീതം സബ്ട്രാക്ട് എഴുതുക. നെക്സ്റ്റ് സബ്ട്രാക്ട് 5. ഓക്കെ, നെക്സ്റ്റ് 5 നമ്പേഴ്സ് വീതം സബ്ട്രാക്ട് ചെയ്ത് എഴുതണം. ഓക്കെ, നെക്സ്റ്റ് കണ്ടിന്യൂ ദി നമ്പർ പാറ്റേൺസ്. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഫസ്റ്റ് 2 നമ്പേഴ്സ് ടു നോ ദി pattern rule. Okay, 2, 5, 8, next 11, 14, 17, 20. Next 11, 13, 15, 17, 19, 21, 23. Okay, 35, 32, 29, 26, 23, 23, 20, 70. ഓക്കെ, അപ്പോൾ ഇതുപോലെയൊക്കെ എക്സാമിന് നന്നായിട്ട് എല്ലാവരും ഇത് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് എന്താണ് നമ്മുടെ ഈ ലെസണിൽ എന്തൊക്കെ കാര്യമാണ് പഠിച്ചത് അതിനെ ബേസ് ചെയ്ത് വരുന്ന ആക്ടിവിറ്റീസാണ്. കംപ്ലീറ്റ് ദി പാറ്റേൺസ്. നോക്കിയേ, ഇവിടെ കറക്റ്റ് പാറ്റേൺസിൽ നെക്സ്റ്റ് വരുന്നത് ഏതാണെന്നുള്ളത് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് നോക്കി, സ്മൈലീസ്. നോക്കൂ, കറക്റ്റ് ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്ന ഏതാണെന്നുള്ളത് ഫില്ല് ചെയ്യുക. നെക്സ്റ്റ് ഫ്ലവർ, ലീഫ്, നെക്സ്റ്റ് ഫ്ലവർ, ലീഫ്, ഫ്ലവർ, ലീഫ്, ഫ്ലവർ, ലീഫ്, ഫ്ലവർ. ഈ ഓർഡറിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് സർക്കിൾ ദ ഒബ്ജെക്റ്റ് ദാറ്റ് കം നെക്സ്റ്റ്. നെക്സ്റ്റ് വരുന്ന ഒബ്ജെക്റ്റ് ഏതാണെന്നുള്ളത് ടിക്ക് ചെയ്യുക അല്ലെങ്കിൽ സർക്കിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് പിക്ചേഴ്സ് നോക്കുക. അതിന് ശേഷം നെക്സ്റ്റ് വരുന്ന ഏതാണെന്നുള്ളത് സർക്കിൾ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ബാങ്കിൾ, ഹെയർ ബാൻഡാണ്, ബോ ആണ് അല്ലേ. നെക്സ്റ്റ് വരുന്ന ഏതാണെന്നുള്ളത് ഈ ബോക്സിൽ നിന്ന് ചൂസ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ദി മിസ്സിംഗ് നമ്പേഴ്സ്. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് 2 നമ്പേഴ്സ് ടു നോ ദി പാറ്റേൺ റൂൾ. പാറ്റേൺ റൂൾ അനുസരിച്ച് പാറ്റേൺ റൂൾ. 2 numbers to know the pattern rule. പാറ്റേൺ റൂൾ അനുസരിച്ച് നെക്സ്റ്റ് വരുന്ന നമ്പേഴ്സ് ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് എഴുതാനായിരുന്നു. അതുപോലെ തന്നെയാണ് ബിയും സിയും ചെയ്യാനുള്ളത്. അപ്പോൾ നന്നായിട്ട് എല്ലാവരും പഠിച്ച് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമുക്കപ്പോൾ പോർഷൻസ് എല്ലാം കഴിഞ്ഞു. സെക്കൻഡ് ടൈം എക്സാം ആണ്. എല്ലാവരും നല്ലതുപോലെ പഠിക്കണം. അപ്പൊ നമ്മൾ ഇനി എന്താണ്, റിവിഷൻ ആണ് കേട്ടോ. അപ്പൊ റിവിഷൻ എന്ന് പറയുമ്പോൾ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് റിവൈസ് ചെയ്യുന്നതാണ്. എല്ലാവരും നല്ലതുപോലെ പഠിക്കണം. ഓക്കെ ചിൽഡ്രൻ, നമുക്ക് കണ്ടിന്യൂഷൻ റിവിഷൻ പോർഷൻ ഓല. ഓക്കെ, ഓ
ഓ കോ. ഓണം ഓടി കോടി ചോറ് മോര് തോരൻ ഓട് ചോര പോര്. ഓണത്തപ്പനെ വരവേൽക്കാൻ ഓണക്കോടി എടുക്കണ്ടേ, ഓണപ്പാട്ടുകൾ പാടണ്ടേ, ഓണസദ്യ ഒരുക്കണ്ടേ. ദെൻ ഔ. ഔ നോക്കേ, ഔ ചിഹ്നം വരുന്ന വേർഡാണ് ഔ. മരുന്ന് കഴിച്ചാൽ രോഗം മാറും, ഔഷധം. ഔ ഔ കൗ. കായനോട് ചിഹ്നം ചേർത്ത് എഴുതിയപ്പോൾ വായിക്കുന്നത് എങ്ങനെയാണ്? കൗ. ഔഷധി കൗസല്യ. ദെൻ അംബുജം അങ്കന അമ്പു. അടയാളം അംബുജം അങ്കന. ദെൻ പഠന പ്രവർത്തനങ്ങൾ. അതിലൊരു ട്രീയിൽ അക്ഷരങ്ങൾ ക്രമത്തിൽ കണ്ടെത്തി എഴുതാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? അക്ഷരങ്ങൾ കണ്ടെത്തി എഴുതണം ക്രമത്തിൽ. തെറ്റായിട്ടൊക്കെ തന്നേക്കുന്നു അക്ഷരങ്ങൾ ട്രീയിൽ കേട്ടോ. അത് ക്രമത്തിൽ കണ്ടെത്തി എഴുതണം. ആ മുതൽ ഔ വരെ എഴുതണം. പക്ഷികൾ കൊത്തിപ്പറന്ന അക്ഷരങ്ങൾ ഏതെല്ലാം? അത് നോക്കിയേ. പക്ഷികൾ കൊത്തിപ്പറന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഓ എ ഉ ഈ അല്ലേ? ഓക്കെ ചിൽഡ്രൻ. നോക്കിയേ, ടെക്സ്റ്റ് പേജ് നമ്പർ 27 ആണ് ടീച്ചർ ഇപ്പോൾ വായിക്കുന്നത്. 27. നോക്കി സ്വരാക്ഷരങ്ങൾ വായിക്കാം, പഠിക്കാം. അ ആ ഇ ഈ ഉ ഊ ഋ. അതിന് ചിഹ്നങ്ങൾ ചേർത്ത് എഴുതുന്നതാണ്. എന്താ നോക്കി? ക ക കി കി കു കു ക്ര. എ ഏ ഐ ഒ ഓ ഔ. കെ കേ കൈ കോ കോ കൗ. കോപ്പി റൈറ്റിംഗ് ബുക്കിൽ എഴുതിയതാണ്, എന്നാലും നോട്ട് ബുക്കിൽ ഒന്നുകൂടെ എഴുതി പഠിക്കാം കേട്ടോ. ഓക്കെ. ദെൻ ചിഹ്നം ചേർത്ത് എഴുതുക. ചിഹ്നങ്ങൾ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ഓരോ വേഴ്സിലും അതിനനുസൃതമായ ചിഹ്നങ്ങൾ സെലക്ട് ചെയ്ത് എഴുതണം. ഇവിടെ നോക്കിയ ടീച്ചർ ചിഹ്നങ്ങൾ എഴുതിയിരിക്കുന്ന വായിക്കുക. ഓണം, കൃഷി, പീലി, കുയിൽ, ചെടി. ഔഷധി, ഊഞ്ഞാൽ, കിളി, ചാടി, ഐക്യം. എരുമ, പൂവ്, താമര, കൃമി, ഏണി. ഓരോ പദത്തിലും മാച്ച് ചെയ്യുന്ന ചിഹ്നങ്ങൾ എഴുതിയിട്ടുണ്ട്. ടീച്ചർ സെലക്ട് ചെയ്ത് അപ്പോൾ എഴുതിയിട്ടുണ്ട്. അത് ആ ചിഹ്നങ്ങൾ കൂടെ എഴുതിയാൽ ഒരു പദം കറക്റ്റ് ആവുന്നുള്ളൂ അല്ലേ? ചിഹ്നം ചേർത്ത് എഴുതുക. നല്ല നീറ്റായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. ഇത് ശ്രദ്ധിച്ച് പഠിക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഓക്കെ ചിൽഡ്രൻ. ദെൻ ഉത്തരം എഴുതുക. നാടിൻ്റെ സമ്പത്ത്, നമ്മുടെ ദേശീയോത്സവം, എലിയുടെ നിങ്ങൾ എഴുതിയതാണ്. അത് ഒന്നുകൂടെ എഴുതി മനസ്സിലാക്കുക. ദെൻ വിട്ടുപോയ അക്ഷരം എഴുതുക. നോക്കി, വിട്ടുപോയ അക്ഷരങ്ങൾ എഴുതാനാണ്. ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ഫില്ലപ്പ് ചെയ്യുക, പൂരിപ്പിക്കുക. അത് തന്നെയാണ്. ബ്രാക്കറ്റിൽ നിന്ന് കറക്റ്റ് നോക്കി ഇവിടെ എഴുതുക. എന്താണ് വരേണ്ടത് ഇവിടെ? ചോറ്, കൗസല്യ, പേന, ചെടി അല്ലേ? ചോറ്, കൗസല്യ, പേന, ചെടി. ദെൻ ക്രമത്തിൽ എഴുതാം. ആ മുതൽ ഔ വരെ എഴുതണം. അത് കഴിഞ്ഞിട്ടോ ചിഹ്നങ്ങൾ ചേർത്ത് എഴുതുന്നതാണ്. ഓരോ അക്ഷരം പറഞ്ഞിരിക്കുന്നു. ജ ഗ. ജായും ഗായും അതേപോലെ ചിഹ്നങ്ങൾ ചേർത്തോട്ട് എഴുതുക. പദങ്ങൾ കണ്ടെത്തുക എഴുതുക. നോക്കി, ഈ ബോക്സിൽ നിന്നും പദങ്ങൾ കണ്ടെത്തി എഴുതുക. കറക്റ്റ് നോക്കിയേ, കണ്ടോ? പദങ്ങൾ കണ്ടെത്തി എഴുതുക. പൂവ്, കോഴി, ഓണം, മൈന, മരം, കിളി. നിങ്ങൾ വേറെ ഒത്തിരി പദങ്ങൾ കൂടെ കണ്ടെത്തി എഴുതിയതാണ് നോട്ട്ബുക്കിൽ എല്ലാവരും. ഓക്കെ ചിലൻ, ഇത്രയും മതി. റിവിഷന് ഇത്രയും പഠിക്കുക. നീറ്റായിട്ടും ഇതായിട്ട് പഠിക്കുക. ദെൻ ചില്ലക്ഷരങ്ങൾ. ചില്ലക്ഷരങ്ങൾ എന്താണ്? ൽ, ഇൻ, ഇർ, ഇൽ, ഇർ, ഇൻ അല്ലേ? ഇൾ, ചില്ലക്ഷരങ്ങൾ. മാൻ, കാർ, തൂൺ, മയിൽ, വാൾ. ദെൻ ക പ്ലസ് റ ക്ര, ക പ്ലസ് വ ക്വ. ക പ്ലസ് റ ക്ര, ക പ്ലസ് വ ക്വ. നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതി പഠിച്ചതാണ്, എന്നാലും ഒന്നുകൂടെ എഴുതി പഠിക്കുക കേട്ടോ. ചക്രം, പാഠം 21. ചക്രം. ക പ്ലസ് റ, ക പ്ലസ് വ ക്വ, ക്ര. ദെൻ ക പ്ലസ് യ ക്യ. നാട്യം, വാക്യം, കാവ്യം. ക പ്ലസ് ല ക്ല. ക്ല എന്താണ്? പിരിച്ചെഴുതുമ്പോൾ ക പ്ലസ് ല. ക്യ, ക പ്ലസ് യ.
നാട്യം, പ്ലാവ്, വാക്യം. നോക്കിയ ചിഹ്നങ്ങൾ ചേർത്ത വാക്കുകൾ. ക പ്ലസ് ആ ക കയ, ക പ്ലസ് ആ കാ കാട്, ക പ്ലസ് ഇ കി കിളി, ക പ്ലസ് ഇ കീ കീരി, ക പ്ലസ് ഉ കു കുട, ക പ്ലസ് ഊ കൂ കൂട്, ക പ്ലസ് ഇർ കൃ കൃഷി, ക പ്ലസ് എ കെ കെണി, ക പ്ലസ് എ കെ ഓ കോ കോടി, ക പ്ലസ് ഔ കൗ കൗമാരം, ക പ്ലസ് കം കങ്കാരു, ക പ്ലസ് റ ക്ര ചക്രം, ക പ്ലസ് യ ക്യ വാക്യം, ക പ്ലസ് ല ക്ല ക്ലാവ്, ക പ്ലസ് വ ക്വ പക്വം. ഇത്രയും ചിഹ്നങ്ങൾ ചേർത്ത വാക്കുകളാണ്. എല്ലാവരും ശ്രദ്ധിച്ച് ഒന്നുകൂടെ വായിച്ച് പഠിക്കണം കേട്ടോ. എഴുതി പഠിക്കണം. പ്രയാസമുള്ളത് നോട്ട്ബുക്കിൽ നമ്മൾ എഴുതിയതാണ് കേട്ടോ. റിവിഷനായിട്ട് ടീച്ചർ പറഞ്ഞു തരുന്നതൊന്നും മറന്നു പോകരുത്. അതൊക്കെ പഠിക്കണം കേട്ടോ. പഠന പ്രവർത്തനങ്ങൾ വരുന്ന പൂരിപ്പിക്കുക. നോക്കിയേ, ചില അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്, അത് നോക്കി എഴുതുക. മാൻ, വാൾ, മയിൽ അല്ലേ. ഇവിടെ തന്നേക്കുന്നു അക്ഷരങ്ങൾ നോക്കി എഴുതുക. സ്വർണം, അശ്വം, നാട്യം, ചക്രം. ഞാൻ പൂരിപ്പിക്കുക. ക പ്ലസ് ആ ക, ക പ്ലസ് ആ കാ, ക പ്ലസ് ഇ കി, ക പ്ലസ് ഇ കീ, ക പ്ലസ് ഉ കു, ക പ്ലസ് ഊ കൂ, ക പ്ലസ് ഇർ കൃ, ക പ്ലസ് എ കെ, ക പ്ലസ് എ കെ, ക പ്ലസ് പ്ലസ് കൈ, ക പ്ലസ് ഐ കൈ, ക പ്ലസ് ഓ കോ, ക പ്ലസ് ഓ കോ. ഇത്രയും ശ്രദ്ധിച്ച് അത് പഠിക്കുക കേട്ടോ. ഗരുഡൻ, ദെൻ ജനൽ. ഈ രണ്ട് പാഠം കൂടെ ഉണ്ട് നമുക്ക് റിവിഷന് കേട്ടോ. ഏതൊക്കെയാണ് എന്തൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നത് നോക്കാം. കവർഗം വരുന്ന എല്ലാ വേർഡ്സും ഇതിലുണ്ട്. ക കലം, ക കയർ, ഖ നഖം, ഖ മുഖം, ഗ ഗധ, ഗ ഗരുഡൻ, ഖ മേഘം, ഖ കടിഹാരം, ങ മാങ്ങ, ങ തേങ്ങ. ദെൻ ജനൽ. ചക്ക, ചർക്ക, ഛ അച്ഛൻ, ഛ ഛായ, ജനൽ, ജലം, ചഷം, ചാൻസി, ഞാറ്, ഞണ്ട്. ഇത്രയും രണ്ട് പോർഷൻസും കൂടെ ഉണ്ട്. നമുക്ക് റിവിഷൻ നാളെ കൂടെ ഉള്ളൂ. റിവിഷൻ ഇന്നും കൂടെ ഉള്ളൂ. എല്ലാവരും പഠിക്കുക, എക്സാമിന് വേണ്ടി പഠിക്കുക, പ്രിപ്പയർഡ് ആകുക. എല്ലാ ആൻസറിനും എല്ലാ ചോദ്യത്തിനും ആൻസർ ചെയ്യുക, മിടുക്കരാകുക. ഓക്കെ, ബൈ. താങ്ക് യു ചിൽഡ്രൻ. ബെസ്റ്റ് ഓഫ് ലക്ക്. Good morning children. How are you all? Fine. Did you have a breakfast? Yes. Okay, today we are going to learn computer. ഇന്നെന്താ കമ്പ്യൂട്ടർ റിവിഷൻ ക്ലാസ് ആണ്. നമ്മൾ സെക്കൻഡ് ടൈമിലുള്ള ലെസൺസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്താ റിവിഷൻ ക്ലാസ് ആണ്. നമുക്ക് ടെക്സ്റ്റിലേക്ക് പോകാം. Lesson 5, the keyboard. The keyboard is an important part of a computer. It has many buttons. These buttons are called keys. കീബോർഡ് ആണ് കമ്പ്യൂട്ടറിൻ്റെ ഒരു പ്രധാന ഭാഗം. ഇറ്റ് ഹാസ് മെനി ബട്ടൺസ്. ഇതിന് ഒരുപാട് ബട്ടൺസ് ഉണ്ട്. ഈ ബട്ടൺസിന് എന്ത് പേരാണ് പറയുന്നത്? കീസ് എന്നാണ് പറയുന്നത്. ദിസ് ഇസ് എ മോഡൽ ഓഫ് കീബോർഡ്. എ സ്റ്റാൻഡേർഡ് കീബോർഡ് ഹാസ് 104 കീസ് ഓൺ ഇറ്റ്. ഒരു സ്റ്റാൻഡേർഡ് കീബോർഡിൽ 104 കീസാണ് ഉള്ളത്. ആൽഫബറ്റ് കീസ് ഓൺ ദ കീബോർഡ് ദാറ്റ് ആർ മാർക്ക്ഡ് വിത്ത് ലെറ്റേഴ്സ് ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ് ഓർ കോൾഡ് ആൽഫബറ്റ് കീസ്. എന്താണ് ആൽഫബറ്റ് കീസ്? ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉള്ള Z വരെ ലെറ്റേഴ്സ് ഉള്ള കീസിനെയാണ് ആൽഫബറ്റ് കീസ് എന്ന് പറയുന്നത്. 26 ആൽഫബറ്റ് കീസ്. ദീസ് കീസ് ആർ യൂസ്ഡ് ടു ടൈപ്പ് ലെറ്റേഴ്സ്. 26 ആൽഫബറ്റ് കീസാണുള്ളത്. അതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്പർ കീസ്. The keys marked with numbers are called number keys. Number keys are marked from 0 to 9. These keys are used to type numbers. There are 2 sets of number keys on the keyboard. എന്താണ് നമ്പർ കീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ കീസ് നമ്പർ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്
നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിലെന്താ മാർക്ക് ചെയ്തിരിക്കും, നമ്പേഴ്സ് മാർക്ക് ചെയ്തിരിക്കും. 0 മുതൽ 9 വരെ നമ്പേഴ്സാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതെന്താണ്, നമ്പർ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. 2 സെറ്റ് നമ്പർ കീസാണ് ഉള്ളത്. ദിസ് ഈസ് ദ ഫസ്റ്റ് സെറ്റ് ഓഫ് നമ്പർ കീ ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് set of number key. Next is enter key. This is an enter key on the keyboard. This is an enter key. The enter key is also known as return key. Enter key ക്ക് വേറൊരു പേരെന്താണ്, return key എന്നാണ്. It is used to start a new paragraph from the next line. ഒരു പുതിയൊരു പാരഗ്രാഫ് നമ്മൾ ടൈപ്പ് ചെയ്യാനായിട്ട് നെക്സ്റ്റ് ലൈനിൽ കഴ്സർ കൊണ്ടുവരാനാണ് enter key യൂസ് ചെയ്യുന്നത്. There are 2 enter keys on the keyboard. 2 enter keys ആണ് ഉള്ളത്, this one and this one. Next is arrow keys. Cursor keys are also called arrow keys. Cursor keysനെ വേറൊരു പേരാണ് arrow keys. These keys are used to take the cursor up, down, left or right. കഴ്സറിനെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മുകളിലേക്കും താഴേക്കും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കഴ്സർ കീ യൂസ് ചെയ്യുന്നത്. കഴ്സർ കീ ഈസ് ബ്ലിങ്കിങ് ലൈൻ ഓൺ ദ മോണിറ്റർ. മോണിറ്ററിലെ ബ്ലിങ്കിങ് ലൈനാണ് കഴ്സർ കീ. നെക്സ്റ്റ് ഈസ് സ്പേസ് ബാർ കീ. സ്പേസ് ബാർ കീ ഈസ് ദ ലോങ്ങസ്റ്റ് കീ ഓഫ് ദ കീബോർഡ്. കീബോർഡിലെ ലോങ്ങസ്റ്റ് കീ, നീളം കൂടിയ കീയാണ് സ്പേസ് ബാർ കീ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ലീവ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർഡ്സ് ആൻഡ് നമ്പേഴ്സ്. എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്? ലെറ്റേഴ്സും നമ്പേഴ്സും വേർഡ്സും നമ്പേഴ്സിലും ഒക്കെ എന്താ ഗ്യാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സ്പേസ് ബാർ കീ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ക്യാപ്സ് ലോക്ക് കീ. വി യൂസ് ക്യാപ്സ് ലോക്ക് കീ ടു ടൈപ്പ് ലെറ്റേഴ്സ് ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാനാണ് ക്യാപ്സ് ലോക്ക് കീ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കീബോർഡ്. കീബോർഡിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ക്യാപ്സ് ലോക്ക് കീ കാണുന്നത്. ദിസ് ഇസ് ക്യാപ്സ് ലോക്ക് കീ. Next is backspace key. Backspace key is used to remove a letter or number from the left side of the cursor. എന്താണ്, ലെഫ്റ്റ് സൈഡ്, കഴ്സറിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പറോ ലെറ്ററോ റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്ക് സ്പേസ് കീ യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് ബാക്ക് സ്പേസ് കീ. നെക്സ്റ്റ് ഈസ് ഫങ്ഷൻ കീസ്. ദ കീസ് മാർക്ക്ഡ് വിത്ത് F1 to F12 ആർ കോൾഡ് ഫങ്ഷൻ കീസ്. F1 മുതൽ F12 വരെ മാർക്ക് ചെയ്തിരിക്കുന്ന കീസിനെയാണ് ഫങ്ഷൻ കീസ് എന്ന് പറയുന്നത്. ഈച്ച് ഫങ്ഷൻ കീസ് ഹാസ് ഡിഫറെൻറ്റ് ടാസ്ക് ടു ഡു. These are located at the top of all keys. എന്താണ്, ഓരോ ഫങ്ഷൻ കീക്കും അതിൻ്റേതായ ഓരോ ജോലികളുണ്ട്. ഇതെവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ടോപ്പ് ഓഫ് ദ ഓൾ കീസ്. എല്ലാ കീസിൻ്റെയും മുകളിലായിട്ടാണ് ഫങ്ഷൻ കീസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ലെസൺ കഴിഞ്ഞു. അപ്പം നിങ്ങൾ എന്താണ്, ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം, അതുപോലെ എക്സസൈസ് വായിച്ച് പഠിക്കണം, അതുപോലെ നോട്ട്സും പഠിക്കണം. ഓക്കെ ചിൽഡ്രൻ, ഇനി അടുത്ത ലെസണിലേക്ക് പോകാം. ലെസൺ 6 മൗസ്. ഈ ലെസണിൽ എന്താണ്, നമ്മൾ മൗസിനെ കുറിച്ചാണ് പഠിച്ചത്. എ കമ്പ്യൂട്ടർ മൗസ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്. ഇറ്റ് വാസ് ഇൻവെൻറ്റഡ് ബൈ ഡഗ്ലസ് എംഗൽബർട്ട് ഇൻ 1960. മൗസ് എന്താണ്, ഒരു ഇൻപുട്ട് ഡിവൈസാണ്. കമ്പ്യൂട്ടറിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഡിവൈസാണ് മൗസ്. ഇത് കണ്ടുപിടിച്ചത് ആരാണ്? ഡഗ്ലസ് എംഗൽബർട്ട് 1960 കണ്ടുപിടിച്ചത്. വി ക്യാൻ മൂവ് ഇറ്റ് വിത്ത് അവർ ഹാൻഡ് to control what a computer does. It has a wire attached to the CPU. ഇതെന്താണ്, നമ്മൾ കൈകൊണ്ടാണ് നമ്മൾ മൗസ് മൂവ് ചെയ്യുന്നത്. അതെന്താ, ഒരു CPU ആയിട്ട് കണക്ട് ചെയ്തിരിക്കും. ഒരു വയർ വഴി CPU-വുമായിട്ട് ഈ മൗസ് കണക്ട് ചെയ്തിരിക്കും. നെക്സ്റ്റ് ഈസ് മൗസ് പാഡ്. മൗസ് പാഡ് ഈസ് യൂസ്ഡ് ടു കീപ് ദ മൗസ് ഓൺ ഇറ്റ് ആൻഡ് മൂവ്. എന്താണ് മൗസ് പാഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇതിൻ്റെ പുറത്ത് മൗസ് വെച്ച് നമ്മൾ എന്താ, മൗസ് മൂവ് ചെയ്യും. ഇറ്റ് ഗീവ്സ് എ സ്മൂത്ത് സർഫസ് വെൻ വി മൂവ് ദ മൗസ്. അതിനെന്താണ്, മൗസിന് മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും മൗസ് പാഡിൽ. ദ മൗസ് പോയിൻ്റർ ഓൺ ദ മോണിറ്റർ മൂവ്സ് ആസ് വി മൂവ് ദ മൗസ് ഓൺ ദ മൗസ് പാഡ്. എന്താണ്, നമ്മൾ മൗസ് പാഡിൽ വെച്ച് മൗസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് മൗസ് പോയിൻ്ററും മൂവ് ചെയ്യും. എ മൗസ് ഹാസ് 2 buttons ആൻഡ് എ സ്ക്രോൾ വീൽ. മൗസിന് 2 ബട്ടണാണ് ഉള്ളത്, അതുപോലെ ഒരു സ്ക്രോൾ വീലും ഉണ്ട്. ദ ലെഫ്റ്റ് ബട്ടൺ ഈസ് ക്ലിക്ക്ഡ് ഓൺ ടു സെലക്ട് ആൻ ഐക്കൺ, ഫയൽ ഓർ ഫോൾഡർ ആൻഡ് ഡബിൾ ക്ലിക്ക്ഡ് ടു ഓപ്പൺ ഇറ്റ്.
2 ബട്ടണാണ് മൗസിനുള്ളത്. അതിൽ ആദ്യത്തെ ബട്ടൺ ഏതാണ്? ലെഫ്റ്റ് ബട്ടണാണ്. ലെഫ്റ്റ് ബട്ടൺ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ലെഫ്റ്റ് ബട്ടൺ ഈസ് ക്ലിക്ക്ഡ് വൺസ് ടു സെലക്ട് ആൻ ഐക്കൺ. എന്താണ്? ഏതെങ്കിലും ഒരു ഐക്കൺ അല്ലെങ്കിൽ ഒരു ഫയൽ, ഒരു ഫോൾഡറോ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യും ലെഫ്റ്റ് ബട്ടൺ. ആൻഡ് ഡബിൾ ക്ലിക്ക്ഡ് ടു ഓപ്പൺ ഇറ്റ്. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണെങ്കിലോ ഈ ഫയലോ ഫോൾഡറോ അല്ലെങ്കിൽ ഐക്കണോ ഓപ്പൺ ആക്കാൻ പറ്റും. പിന്നെ എന്താ? റൈറ്റ് ബട്ടണാണ്. റൈറ്റ് ബട്ടൻ്റെ യൂസ് എന്താണ്? ദ റൈറ്റ് ബട്ടൺ ഈസ് യൂസ്ഡ് ടു ഗീവ് ഇൻസ്ട്രക്ഷൻ ടു ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനാണ് റൈറ്റ് ബട്ടൺ യൂസ് ചെയ്യുന്നത്. വെൻ വി ക്ലിക്ക് ദ റൈറ്റ് ബട്ടൺ ടു വിൽ ഷോ എ ലിസ്റ്റ് ഓഫ് തിങ്സ് വി ക്യാൻ ഡു. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലെന്താ നമുക്ക് കാണാൻ കഴിയും. നെക്സ്റ്റ് ഈ സ്ക്രോൾ വീൽ. ഇനി എന്താണ്? മൗസിൻ്റെ സ്ക്രോൾ വീലിനെ കുറിച്ചാണ് പറയുന്നത്. ദ സ്ക്രോൾ വീൽ ഈസ് യൂസ്ഡ് ടു മൂവ് ആസ് ഓപ്പൺ ഫയൽ അപ്പ് ഓർ ഡൗൺ. എന്താണ്? ഒരു ഓപ്പൺ ചെയ്ത ഒരു ഫയൽ മുകളിലേക്കോ താഴേക്കോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് സ്ക്രോൾ വീൽ യൂസ് ചെയ്യുന്നത്. ഹൗ ടു ഹോൾഡ് ദ മൗസ്. എങ്ങനെയാണ് നമ്മൾ മൗസ് ഹോൾഡ് ചെയ്യാനുള്ളത്, പിടിക്കാനുള്ളത്? കീപ് ദ മൗസ് ഓൺ ദ മൗസ് പാഡ്. എപ്പോഴും മൗസ് പാഡിൽ വെച്ചാണ് മൗസ് യൂസ് ചെയ്യേണ്ടത്. പ്ലേസ് ദ palm on the mouse and hold it with the thumb and the last 2 fingers. ഇതാണ് നമ്മുടെ പാം അതിൻ്റെ പുറത്ത് വെച്ചതിന് ശേഷം നമ്മുടെ തമ്പും അതുപോലെ ലാസ്റ്റ് 2 ഫിംഗേഴ്സും മൗസിൽ ഹോൾഡ് ചെയ്യണം. ഹോൾഡ് ദ മൗസ് വെരി ലൈറ്റ്ലി. മൗസ് എന്താണ്? വളരെ ലൈറ്റായിട്ടേ പിടിക്കുകയുള്ളൂ, ഒരുപാട് ബലം കൊടുക്കാൻ പാടില്ല. പ്ലേസ് ദ ഇൻഡെക്സ് ഫിംഗർ ഓൺ ദ ലെഫ്റ്റ് ബട്ടൺ ആൻഡ് ദ മിഡിൽ ഫിംഗർ ഓൺ ദ റൈറ്റ് ബട്ടൺ. ഇൻഡെക്സ് ഫിംഗർ എന്താണ്? ലെഫ്റ്റ് ബട്ടണിലും ഇരിക്കണം, അതുപോലെ മിഡിൽ ഫിംഗർ റൈറ്റ് ബട്ടണിലും ഇരിക്കണം. ഇതിവിടെ കാണിച്ചിട്ടുണ്ട്. ഫങ്ഷൻ ഓഫ് ദ മൗസ്. മൗസിൻ്റെ ഫങ്ഷൻസ് ആണ് ഇനി പറയുന്നത്. ഫോളോയിങ് ആർ സം മെയിൻ ഫങ്ഷൻസ് ഓഫ് ദ മൗസ്. എന്താണ് മൗസിൻ്റെ ഫങ്ഷൻസ്? നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പോയിൻറ്റിങ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പോയിൻ്റ് ആൻ ഐക്കൺ, ഫയൽ ഓർ ഫോൾഡർ ഓൺ ദ മോണിറ്റർ. എന്താണ്? മോണിറ്ററിലെ ഐക്കണോ അല്ലെങ്കിൽ ഫയലോ ഫോൾഡറോ പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൗസ് യൂസ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് മൗസിൻ്റെ ഒരു ഫങ്ഷൻ? അതാണ്. നെക്സ്റ്റ് ഫങ്ഷൻ ഈസ് സെലക്ടിങ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെലക്ട് ആൻ ഐക്കൺ, ഫയൽ ഓർ ഫോൾഡർ ആഫ്റ്റർ പോയിൻറ്റിങ് ദം. പോയിൻ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്കത് സെലക്ട് ചെയ്യണമെങ്കിൽ എന്താ മൗസ് നമ്മൾ യൂസ് ചെയ്യുന്നു. സെലക്ടിങ് ക്യാൻ ബി ഡൺ ബൈ പ്രസ്സിങ് ദ ലെഫ്റ്റ് മൗസ് ബട്ടൺ വൺസ് ഓൺ ആൻ ഐക്കൺ, ഫയൽ ഓർ ഫോൾഡർ. നമ്മൾ ഒരു ഫയലോ ഫോൾഡറോ അല്ലെങ്കിൽ ഒരു ഐക്കണോ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മളെന്താ ഒരു പ്രാവശ്യം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ് ഈസ് ഡബിൾ ക്ലിക്കിംഗ്. ഡബിൾ ക്ലിക്കിംഗ് ഈസ് യൂസ്ഡ് ടു ഓപ്പൺ എ ഫയൽ ഓർ ഫോൾഡർ. ഇറ്റ് ക്യാൻ ബി ഡൺ ബൈ പ്രസ്സിങ് ദ ലെഫ്റ്റ് മൗസ് ബട്ടൺ ട്വൈസ്. എന്താണ്? നമുക്ക് ഇപ്പോൾ സെലക്ട് ചെയ്ത ഫയലോ ഫോൾഡറോ അല്ലെങ്കിൽ ഐക്കണോ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും 2 പ്രാവശ്യം ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യണം. നെക്സ്റ്റ് ഈസ് ഡ്രാഗിങ് ആൻഡ് ഡ്രോപ്പിംഗ്. ഇതൊക്കെ എന്താണ്? മൗസിൻ്റെ ഫങ്ഷൻസ് ആണ്. ആദ്യത്തത് പോയിൻറ്റിങ്, നെക്സ്റ്റ് സെലക്ടിങ്, then double clicking, the last one dragging and dropping. Dragging and dropping means to move an icon, file or folder by holding the left button and moving the mouse without releasing the button till the file is dropped where we want. എന്താണ്? ഒരു ഫയലോ ഫോൾഡറോ ഐക്കണോ മോണിറ്ററിൽ ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതിനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളത് വിടാൻ പാടില്ല. അതിനെ സെലക്ട് ചെയ്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരണം. അതിനുശേഷം മാത്രമേ നമ്മൾ ഇത് പ്രസ്സിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് മൗസിൽ നിന്ന് നമുക്ക് കൈമാറ്റാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ടെക്സ്റ്റ് ലെസൺസ് വായിക്കണം, എക്സസൈസ് പഠിക്കണം, അതുപോലെ നോട്ട്സും പഠിക്കണം. ഓക്കെ ചിൽഡ്രൻ, ബെസ്റ്റ് വിഷസ് ഫോർ യുവർ എക്സാം. ഓക്കെ ചിൽഡ്രൻ, ബൈ.